തുടച്ച് വാട്ടിയെടുത്തു. ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടാണ് വാട്ടിയെടുത്തിട്ട് അതിൽ ഈ മാവ് കുറച്ച് വെച്ച് നിങ്ങൾക്ക് കാണാം, വീഡിയോയിൽ കാണാം. എന്നിട്ട് പൊതിഞ്ഞെടുത്തു. അതിൻ്റെ ഇല വാട്ടിയതിൽ ഇട്ടിട്ട് പൊതിഞ്ഞെടുത്തു. ഏലക്കായ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഏലക്കായ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും നന്നായിട്ട് വന്നു. ഏലക്കായുടെ പൊടി കുറച്ച് 1 ടീസ്പൂൺ ഏലക്കായുടെ പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഏലക്കായുടെ ടേസ്റ്റും വരും. അപ്പോൾ അത് നന്നായിട്ട് പൊതിഞ്ഞ് ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ സ്റ്റീം ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വാഴത്തണ്ട് വയ്ക്കുകയാണ് ചെയ്യുക സാധാരണ. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, സ്റ്റീം വരാൻ വേണ്ടിയിട്ട് ഇടയിലൊരു വാഴത്തണ്ട് മാതിരിയോ എന്തെങ്കിലും ഒരു ഇത് വെച്ചാൽ മതി. എന്നിട്ട് അത് സ്റ്റീം ചെയ്തെടുത്തു. ഒരു 8 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ അത് നല്ല ചക്കപ്പൊതിയായിട്ട് വന്നു.